കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ട് പഞ്ചാര വിളി കേൾക്കുക എന്നുള്ളത്. അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. അമ്പലപ്പുഴ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അമ്പലപ്പുഴ പാൽപ്പായസം. ഈ പായസത്തിൽ പഞ്ചസാര ഇടുന്നതിന് മുമ്പ് കൃഷ്ണനെ വിളിക്കുന്ന ഒരു രീതിയാണ് വാസുദേവ എന്നുള്ളത്. അത് കേൾക്കാനുള്ള ഭാഗ്യമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്തുള്ള ഉണ്ണിക്കണ്ണന്റെ രൂപമാണ്. ഉണ്ണിക്കണ്ണനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ വളരെ രസവുമാണ്. നമുക്കത് കണ്ടിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ട് ഉണ്ണിക്കണ്ണനെ കാണണം എന്നുള്ളത്. ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് സാധിച്ചത്. അവിടെ പോയി കാണുക മാത്രമല്ല, അതിന് ചുറ്റും നടക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും അതിനുശേഷം ഇറങ്ങിയപ്പോൾ കിട്ടിയ പോസിറ്റീവ് ന്യൂസുകളും എല്ലാം വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഒരു അമ്പലത്തിലൊരു കാള, അമ്പലക്കാള, അതിനെ കാണാൻ സാധിക്കുകയും അതിനെ കുറച്ച് പഴവും അതേപോലെ കുറച്ച് പ്രസാദവും എല്ലാവരും കൊടുത്തു. അതും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിന്നത്. അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടായിട്ട് പറഞ്ഞത് ത്രിമധുരവും തൃക്കൈവെണ്ണയും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഭഗവാനും കൊടുക്കുകയുണ്ടായിരുന്നു, അത് ഞങ്ങളും കഴിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആലപ്പുഴ റൂട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്പലപ്പുഴയിൽ പോവേണ്ടതും അമ്പലപ്പുഴ പാൽപ്പായസവും കഴിക്കേണ്ടതുമാണ്. വളരെ പ്രത്യേകതയും വളരെ സന്തോഷം കിട്ടുന്ന വഴിപാടുകളാണ്.